Welcome to Lash Class. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾക്ക് യൂണിവേഴ്സിറ്റി സിലബസിലെ വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും, അതുപോലെ ഈ ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേണിലാണ് വരുന്നത് എന്നതും അതെങ്ങനെ ആൻസർ ചെയ്യാമെന്നതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സിലബസ് പ്രകാരം ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നോക്കാം. നമുക്ക് 4 മൊഡ്യൂളുകളാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 20 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ശരാശരി ഒരു ചാപ്റ്ററിൽ നിന്ന് 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാവുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത മൊഡ്യൂളിലും നമുക്ക് 4 ചാപ്റ്റേഴ്സ് തന്നെയാണുള്ളത്. പക്ഷേ ഈ മൊഡ്യൂളിൽ നമുക്ക് 15 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ശരാശരി ഒരു ചാപ്റ്ററിൽ നിന്നൊരു 4 മാർക്ക് എന്നുള്ള രീതിയിലേക്കാണ് നമുക്കിവിടെ കാണാവുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കണ്ടിരുന്നത് 20 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഇതിൽ 2 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് 15 മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ മറ്റ് ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ചുകൊണ്ട് കൂടുതൽ വെയിറ്റേജ് ഈ ചാപ്റ്റേഴ്സിലാണ് നമ്മൾ കാണുന്നത്. 2 ചാപ്റ്റേഴ്സിന് 15 എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിന് 7-8 മാർക്ക് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വെയിറ്റേജ് കാണാം. നമുക്ക് സിൻഡ്രലയുടെ 2 വേർഷനും അതുപോലെ തന്നെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലെ എക്സെപ്റ്റും അതിൻ്റെ ക്രിറ്റിസിസമായിട്ടുള്ള എസ്സേയുടെ ഒരു ഭാഗവുമാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് വരുന്നത്. ഇതിൽ നിന്ന് 15 മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എസ്സേ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൂടാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് നമുക്കിതിൽ അധികം വെയിറ്റേജ് വരുന്നതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സാണ് വരുന്നത്. 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് 20 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പോലെ തന്നെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ശരാശരി 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെയും വെയിറ്റേജ് കാണുന്നത്. അപ്പോൾ നമ്മൾ പൊതുവിൽ ഇവിടെ കാണുന്നത് ഒരു ചാപ്റ്ററിൽ നിന്ന് 4, 5 എന്നുള്ള രീതിയിലാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ നമുക്ക് തേർഡ് മൊഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സിലാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. സിൻഡ്രലയിലും അതുപോലെ തന്നെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിലുമാണ് നമുക്ക് 7-8 മാർക്ക് എന്ന രീതിയിലേക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. 4-5 മാർക്കൊക്കെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിനും പ്രതീക്ഷിക്കാവുന്നതൊക്കെയാണ്. എങ്കിൽ തന്നെയും തേർഡ് മൊഡ്യൂളിൽ കൂടുതൽ വെയിറ്റേജ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സിലബസ് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. 3 സെക്ഷനിലായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യം നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, 2-3 സെൻറ്റൻസിൽ ആൻസർ ചെയ്യാവുന്നത്. പിന്നീട് പാരഗ്രാഫും എസ്സേയും എന്നുള്ള രീതിയിലുള്ള 3 സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഏറെക്കുറെ നമുക്ക് വരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് 10 ചോദ്യങ്ങളാണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ് വരുന്നത്. 24 മാർക്കാണ് നമ്മുടെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഒരു 8 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെ നമുക്ക് 24 മാർക്ക് കിട്ടും. നമുക്ക് 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ചില ക്വസ്റ്റ്യന് ചിലപ്പോൾ ഒരു 2 മാർക്കോ അല്ലെങ്കിൽ 1.5 മാർക്കൊക്കെ ആയിരിക്കും ലഭിക്കുക. ചിലപ്പോൾ 3 മാർക്ക് ഫുള്ളായിട്ട് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആൻസർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ സെക്ഷനിൽ വരുന്ന 24 മാർക്കിൻ്റെ ഈ ഒരു സീലിംഗ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ഹൗ ദ നരേറ്റീവ് ടെക്നിക് ഹെൽപ്സ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ നരേറ്റർ. നമ്മുടെ യെല്ലോ വാൾപേപ്പർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ നരേറ്റീവ് ടെക്നിക്ക് ഈ നരേറ്ററുടെ ഇമോഷണൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കൺവേ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ്. അപ്പോൾ നരേറ്റർ അവരുടെ തോട്ട്സും ഫീലിങ്സുമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് അവരുടെ ഇമോഷണൽ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ആൻസേഴ്സ് കാണാവുന്നതാണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ significance of the epistolary form in the color purple by Alice Walker. ആലിസ് വാക്കറിൻ്റെ കളർ പർപ്പിൾ എന്ന് പറയുന്ന നോവലിൽ എപ്പിസ്റ്റോളറി ഫോമിൻ്റെ ഈ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. എപ്പിസ്റ്റോളറി ഫോം എന്ന് പറയുന്നത് ലെറ്റേഴ്സിൻ്റെയോ ഡയറിയുടെയോ ഒക്കെ രൂപത്തിൽ ഈ നരേറ്റീവ് സ്ട്രക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ കഥ പറയുന്നതിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി ഫോം എന്ന് പറയുന്നത്. കളർ പർപ്പിളിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് കാണുന്നത് ഒന്നത് നരേറ്റീവ് ടെക്നിക്കാണ്. അതായത് ഈ ലെറ്റേഴ്സിലൂടെയാണ് ഈ കഥ പറയുന്നത്. രണ്ടാമത് ഈ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു നരേറ്റീവ് സ്ട്രക്ചർ മാത്രമല്ല, ഈ ക്യാരക്ടറിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത്
അവരുടെ ഒരു പേഴ്സണൽ ഇമാൻസിപ്പേഷൻ അല്ലെങ്കിൽ അവർ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവർ ശക്തി പ്രാപിക്കുകയും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ഈ സിസ്റ്ററുമായിട്ട് അവർ എഴുതിയിട്ടുള്ള കത്തുകളിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ അവരുടെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അവർ ഈ ഡയറി അല്ലെങ്കിൽ ദൈവത്തിന് എഴുതുന്ന കത്തുകളിലൂടെയാണ് അവർ ഒരു ആശ്വാസം കണ്ടെത്തി ചെയ്തിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരു നരേറ്റീവ് സ്ട്രക്ചറാണ്. അതുകൂടാതെ തന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടും ഈ ലെറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് അതിൽ കാണാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഐഡന്റിഫൈ ദ നരേറ്റീവ് ടെക്നിക് യൂസ്ഡ് ഇൻ ചാപ്റ്റർ 13 ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ ടു റിവീൽ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ക്രിയേച്ചർ വിച്ച് വുഡ് അഫക്ട് ദ പെർസെപ്ഷൻ ഓഫ് ദ റീഡർ അബൌട്ട് ഹിം. ഇത് നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്രാങ്കൻസ്റ്റൈനിൽ ചാപ്റ്റർ 13 നരേറ്റീവ് ടെക്നിക് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് ആ ക്യാരക്ടറിനോടുള്ള നമ്മുടെ പെർസെപ്ഷനിൽ വരുന്ന മാറ്റമാണ് ചോദിക്കുന്നത്. ചാപ്റ്റർ 13 നമ്മൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ് കാണുന്നത്. ആ ഒരു ക്രിയേച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്രിയേച്ചർ സംസാരിക്കുന്നതായിട്ടാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമുക്കറിയാം, അവർക്ക് പറയാനുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുവരെ ആ ക്രിയേച്ചർ എന്ന് പറയുന്നത് ഒരു മോൺസ്റ്ററിനെ പോലെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയാനുള്ളത് കൂടി കേൾക്കുന്ന സമയത്ത് അതൊരു ഇൻ്റലിജൻസ് ഉള്ള ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ള രീതിയിലേക്ക് നമ്മുടെ പെർസെപ്ഷൻസ് ചേഞ്ച് ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്തത് ട്യൂസ്ഡേ നൈറ്റ് ക്ലബ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ തീം ഓഫ് പവർ ആൻഡ് കൺട്രോൾ ഇൻ അഗത ക്രിസ്റ്റീസ് ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ്. ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്നുള്ള സ്റ്റോറിയിൽ പവറിൻ്റെയും കൺട്രോളിൻ്റെയും തീം എങ്ങനെയാണ് വരുന്നതാണ് ചോദിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോറിയിൽ കാണാൻ കഴിയുന്നത് മിസ് മാർപ്പിൾ എന്നുള്ള ക്യാരക്ടറിനോട് മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലാണ് ഈ ഒരു പവറിൻ്റെയും കൺട്രോളിൻ്റെയും തീംസ് നമ്മൾ കാണുന്നത്. മിസ് മാർപ്പിൾ ഒരു പ്രായമായ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുണ്ടായിരിക്കില്ല എന്നുള്ള രീതിയിൽ അവരെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിഹേവിയറാണ് മറ്റ് ക്യാരക്ടേഴ്സ് നടത്തുന്നത്. കൂടാതെ അവരുടെ ഉള്ളിൽ തന്നെ ചില ആളുകൾ ലോജിക്കിനാണ് പ്രാധാന്യം എന്ന് പറയുന്നു, അതുപോലെ തന്നെ ചില ആളുകൾ ഇമാജിനേഷനാണ് പ്രാധാന്യം എന്ന് പറയുന്നു. അത്തരത്തിൽ ആണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പവറിൻ്റെയും കൺട്രോളിൻ്റെയും തീം നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഒരു ട്രഡീഷണൽ പവർ സ്ട്രക്ചറാണ്. അതായത് ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇങ്ങനെ അറിവൊന്നും ഉണ്ടായിരിക്കില്ല, വിദ്യാഭ്യാസമുള്ള ഇവരുള്ള ആളുകൾക്ക് ഇവർക്കാണ് അറിവുള്ളതെന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അത്തരത്തിലാണ് നമ്മൾ ഈ സ്റ്റോറിക്കകത്ത് ഈ ട്രഡീഷണൽ പവർ സ്ട്രക്ചറിൻ്റെ തീം കാണുന്നത്. Citing the example of dialogue between two brothers, reveal the personalities of them in the story. The £1 million banknote. ഇനി £1 million ബാങ്ക് നോട്ട് എന്നുള്ള സ്റ്റോറിയിൽ ആ രണ്ട് ബ്രദേഴ്സിൻ്റെ ക്യാരക്ടേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് ബ്രദേഴ്സിന് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. ഒരാൾ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. മറ്റൊരാൾ പെസിമിസ്റ്റിക് ആണ്, അതായത് കാര്യങ്ങൾ സംശയത്തോടു കൂടി നോക്കി കാണുന്ന ആളാണ്. അപ്പോൾ ഒരാൾ പറയുന്നത് ഇങ്ങനെ ഒരു £1 million ബാങ്ക് നോട്ട് വെച്ചുകൊണ്ട് ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയും, അത് ചിലവാക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ. അപ്പോൾ മറ്റേ ആൾ പറയുന്നത് അങ്ങനെ ഒരു നോട്ട് കയ്യിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അത് മോഷ്ടിച്ചാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മറ്റേ ആൾ പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ് നമുക്ക് അവരിൽ കാണാവുന്നത്. ഡിസ്കസ് ഹൗ എ കോപ്സ് ഇൻ ദ വെൽ ബൈ ശങ്കർ രാമചന്ദ്ര കാരാട്ട് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ടു ദളിത് എക്സ്പീരിയൻസ്. ഇനി എ കോപ്സ് ഇൻ ദ വെൽ എന്നുള്ള ഈ ഒരു സ്റ്റോറിയിൽ ദളിത് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് വില്ലേജ് ഡ്യൂട്ടി എന്നുള്ള ആ ഒരു കസ്റ്റമാണ് കാണുന്നത്, ഒരു അനാചാരമാണ് നമ്മൾ കാണുന്നത്. ഈ കാസ്റ്റിൻ്റെ ബേസിൽ ആ നാട്ടിലുണ്ടാവുന്ന ഇത്തരം ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും, അതുകൂടാതെ തന്നെ അവരുടെ ജീവിതത്തിന് യാതൊരു വിലയും നൽകാത്ത, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതൊക്കെ ഈ സ്റ്റോറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമുക്കിവിടെ പറയേണ്ടത്. Analyze and evaluate the visual storytelling techniques used by Denis Villeneuve in Dune Part 1 convey the complex themes of the novel. അപ്പോൾ ഡ്യൂൺ പാർട്ട് 1 അതിലെ കോംപ്ലക്സ് തീംസ് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്യൂൺ പാർട്ട് 1 പ്രധാനമായിട്ട് വരുന്ന തീംസ് നമുക്ക് കാണാവുന്നത് പവർ, അതുപോലെ തന്നെ സർവൈവൽ, എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഡെസ്റ്റിനി എന്നുള്ള തീമുകളാണ് പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത്. അത് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു സിനിമയുടെ മീഡിയയിൽ വരുന്ന സിനിമോട്ടോഗ്രഫി, അതുപോലെ തന്നെ സിംബോളിസം തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകളിലൂടെയാണ് ഈ തീമുകൾ അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ ഈ ഒരു വിഷൻസിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ആ വിഷൻസിലൂടെ ഡെസ്റ്റിനി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെയും പവറിൻ്റെയും എല്ലാം സിമ്പിൾസ് അല്ലെങ്കിൽ വിഷ്വൽസ് നമുക്ക്
നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു സിനിമാറ്റോഗ്രഫിയിലൂടെയും അതുപോലെ തന്നെ സിംബോളിസത്തിലൂടെയാണ് ഈ തീംസ് അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് പറയാം. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓപ്പൺ ഇറ്റ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റോറി. ഇനി ഓപ്പൺ ഇറ്റ് എന്ന സ്റ്റോറിയുടെ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ആ സ്റ്റോറിയുടെ ക്ലൈമാക്സിലാണ് ഈ ഒരു ഫ്രേസ് നമ്മൾ കാണുന്നത്. ആ ഒരു ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഒരു ഡെപ്ത് വെളിപ്പെടുത്തുന്ന ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഈ ടൈറ്റിലിനെ കാണുന്നത്. അവർ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലും ഈ ഒരു ഫ്രേസിനോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അത്തരത്തിൽ എത്രമാത്രം വലിയ ദുരനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റിലിന് കഴിയുന്നുണ്ട് എന്ന രീതിയിലാണ് നമ്മളത് പറയുന്നത്. How does Archbay's critic of Heart of Darkness highlight the role of language in perpetuating colonial stereotypes? Provide at least 2 examples from Archbay's essay. ഇനി ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന നോവലിനകത്ത് ആഫ്രിക്കൻസിനെ സ്റ്റീരിയോടൈപ്പിക്കലായിട്ട് അവതരിപ്പിച്ച് എന്നുള്ളൊരു ക്രിട്ടിക്കാണ് ആർച്ച്ബേ നടത്തുന്നത്. അപ്പോൾ അത് 2 എക്സാമ്പിൾസോട് കൂടിയിട്ട് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ആഫ്രിക്കൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് കൊണ്ടാണ് ഈ ഒരു നോവലിനകത്ത് സ്റ്റീരിയോ ടൈപ്പ് വരുന്നത് എന്നാണ് ആർച്ച്ബേ പറയുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ആഫ്രിക്കൻസിനെ ഇതിനകത്ത് ബ്ലാക്ക്, ഷേപ്പ്, ഷാഡോ തുടങ്ങിയിട്ടുള്ള വാക്കുകളിലാണ് ഡീഹ്യൂമനൈസ് ചെയ്യുന്ന ലാംഗ്വേജിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന ലാംഗ്വേജ് അതും ഒരു ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയാതെ അവർ ഓരോ വിചിത്ര ശബ്ദങ്ങൾ ഉണ്ടാക്കുകയാണെന്നുള്ള രീതിയിലേക്കാണ് ഈ നോവലിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ആഫ്രിക്കൻസിനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർച്ച്ബേ പറയുന്നത്. ഇനി ഹൗ ഡസ് ദ്രൗപദി റെസ്പോണ്ട് ടു ഹെർ ട്രീറ്റ്മെൻറ്റ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദി അതോറിറ്റീസ്. ഇനി ദ്രൗപദി എന്നുള്ള സ്റ്റോറിയിൽ ഈ അതോറിറ്റീസ് അവളോട് ചെയ്യുന്നതിന് അവൾ എങ്ങനെ പ്രതികരിക്കുന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ ആ സ്റ്റോറിയിൽ കാണുന്നത് അവളിങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കപ്പെടുന്ന സമയത്തും അതിൽ തളർന്നു പോവാതെ അപമാനിതയാവാതെ അവളല്ല അപമാനിക്കപ്പെടുന്നത്, ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവർക്കാണ് അഭിമാനം നഷ്ടപ്പെടുന്നത്, അവരാണ് അപമാനിതരാവുന്നത് എന്നുള്ള രീതിയിലാണ് അവൾ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഫസ്റ്റ് സെക്ഷനിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് നമുക്ക് 3 മാർക്ക് ആണ് വരുന്നത്. 24 മാർക്കാണ് സീലിംഗ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1-2 ചോദ്യത്തിനകത്ത് മാർക്ക് കുറച്ച് കുറഞ്ഞാലും നമുക്ക് 24 മാർക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. കൂടുതലും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെറിയ വ്യത്യാസത്തിൽ നമ്മൾ വരുന്നത് കാണുന്നുള്ളൂ. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് പാരഗ്രാഫ് വരുന്നത്. 36 മാർക്കാണ് സീലിംഗ്. നമുക്ക് 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ 6 ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 36 ആവും. അപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ നമുക്ക് 5-4 ഒക്കെ ആയിട്ട് 1-2 മാർക്കൊക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് മിസ്സാവും. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള 2 ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 36 മാർക്കിൻ്റെ സീലിങ്സ് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യൻസ് ഏറെക്കുറയും നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ വരുന്നത് How does a depiction of marginalized characters in the stories you have read challenge readers to reconsider their perspectives on inclusion and equality? മാർജിനലൈസ്ഡ് ക്യാരക്ടേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിനകത്ത് എ കോബ്സ് ഇൻ ദ വെല്ല്, അതുപോലെ തന്നെ ഓപ്പൺ ഇറ്റ്, പിന്നെ ദ്രൗപദി തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു മാർജിനലൈസ്ഡ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ആ ഈ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന സ്റ്റോറീസിലെ സമ്മറിയും അതിലെ ക്യാരക്ടേഴ്സിനെയും കുറിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്തത് വരുന്നത് അനലൈസ് ദ റോൾ ഓഫ് ദി ഇൻഫോർമൽ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് ഇൻ ദ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ നരേറ്റീവ് സ്ട്രക്ചർ ആൻഡ് സസ്പെൻസ്. ഇത് ഡയറക്റ്റ് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ട്യൂസ്ഡേ നൈറ്റ് ക്ലബ്ബ് എന്നുള്ള സ്റ്റോറിയിൽ ഇൻഫോർമൽ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് കൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ട്രഡീഷണൽ കുറ്റാന്വേഷണം പോലെ ഇങ്ങനെ ഓരോ തെളിവുകളായിട്ട് വരുന്നതിന് പകരം ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാ തെളിവുകളും ഒരുമിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് അവതരിപ്പിക്കുന്നതിലൂടെ റീഡേഴ്സിൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ടെക്നിക്കിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുന്നത്.
എക്സ്പ്ലെയിൻ ഹൗ ദ ക്രിയേറ്റേഴ്സ് എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ് ഇൻഫ്ലുവൻസസ് ഹിസ് പെർസെപ്ഷൻ ഓഫ് ഹ്യൂമാനിറ്റി. ഇതും ഡയറക്റ്റ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്നുള്ള ഈ സ്റ്റോറിക്കകത്ത് ഈ ക്രിയേച്ചർ ലാംഗ്വേജ് പഠിക്കുന്നത് അത് ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് ഒബ്സർവേഷനിലൂടെയാണ്. ഒരു വീട്ടിലുള്ള രണ്ടാളുകൾ ഇങ്ങനെ പഠിക്കുന്നത് കണ്ടുകൊണ്ട് ആണ് ഈ ക്രിയേച്ചർ ഇത് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചതിന് ശേഷം അത് വായിക്കുകയും അങ്ങനെ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ മനുഷ്യരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ക്യാരക്ടർ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ഒരേ സമയത്ത് തന്നെ നന്മയുള്ളവരും തിന്മയുള്ളവരും ഒക്കെ ആവാൻ വേണ്ടി മനുഷ്യർക്ക് കഴിയുന്നു. അങ്ങനെയാണ് മനുഷ്യ ചരിത്രം എന്നുള്ള കാര്യമൊക്കെ ഇത് മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ടെക്സ്റ്റിൽ നിന്നുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. Evaluate Achbey's argument that Heart of Darkness offers a single story of Africa. How does critic align with Achbey's call for a plurality of voices and narratives in literature? ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് ആഫ്രിക്കയെയും ആഫ്രിക്കക്കാരെയും സ്റ്റീരിയോടിപ്പിക്കലായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് അവർ പ്രാകൃതരായിട്ടുള്ള ആളുകളാണ്, അത് പ്രാകൃതമായിട്ടുള്ളൊരു സ്ഥലമാണെന്നുള്ള രീതിയിലാണ് നോവലിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെയാണ് ആച്ച്ബേ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പിന്നെ പ്ലൂരാലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ നോവലിനകത്ത് യൂറോപ്യൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെ മാത്രമാണ് കഥ പറയുന്നത്. അപ്പോൾ ആഫ്രിക്കക്കാരതിനകത്ത് ക്യാരക്ടേഴ്സായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കൂടി അവർക്ക് പറയാനുള്ളത് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പോയിന്റുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. Critically analyze the technique, magical realism, citing 3 examples from any fiction you have read. മാജിക്കൽ റിയലിസം എന്നുള്ള ലിറ്റററി ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും 3 ഫിക്ഷൻ്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് അത് പറയാനാണ് ചോദിക്കുന്നത്. മാജിക്കൽ റിയലിസം നമ്മൾ ഓപ്പൺ ഇറ്റ് എന്നുള്ള സ്റ്റോറിയിലാണ് കണ്ടുള്ളത്. ആ സ്റ്റോറിയുടെ ക്ലൈമാക്സിലാണ് നമുക്ക് മാജിക്കൽ റിയലിസം കാണുന്നത്. അതായത് മരിച്ചു കിടക്കുന്ന ഒരാൾ ഒരു വാക്കിനോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത് നമുക്കറിയാം സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണ്. എന്നാൽ അത് ഫാൻറ്റസിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് മാജിക്കൽ റിയലിസത്തിനകത്ത് അത് നാച്ചുറൽ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്ന സമയത്ത് ബാക്കി ക്യാരക്ടേഴ്സ് അതിൽ അത്ഭുതപ്പെടുകയൊന്നും ചെയ്യാതെ അത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നതാണ് നമ്മൾ മാജിക്കൽ റിയലിസത്തിൽ കാണുന്നത്. അപ്പോൾ മാജിക്കൽ റിയലിസം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ റിയൽ ലൈഫും അതുപോലെ തന്നെ ഈ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഫാൻറ്റസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു കാര്യം റിയൽ കാര്യം എന്നുള്ള രീതിയിലാണ് മാജിക്കൽ റിയലിസത്തിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇനി എക്സാമ്പിൾ നമുക്ക് ഒന്ന് ഓപ്പൺ ഇറ്റ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കറിയാം. അപ്പോൾ കുറച്ച് എഴുതിയാൽ മതിയാവും. അപ്പോൾ കുറേയൊക്കെ തന്നെ നമുക്ക് ഓപ്പൺ ഇറ്റ് വെച്ചുകൊണ്ട് തന്നെ എഴുതാം. ആ ഒരു സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ ഈ മാജിക്കൽ റിയലിസം വരുന്നത്. പിന്നെ 3 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് 1-2 സ്റ്റോറി അല്ലെങ്കിൽ ഫിക്ഷൻ വേറെ പറയാം. നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള മാജിക്കൽ റിയലിസം വരുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ 100 Years of Solitude അല്ലെങ്കിൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നുള്ള നോവലാണ്. അതിനകത്ത് ഇതുപോലെ ഒരുപാട് മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് വരുന്നുണ്ട്. അതായത് ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ട് ഓട് പൊളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു രംഗമൊക്കെ ആ ഒരു നോവലിനകത്ത് വരുന്നുണ്ട്. എന്നാൽ അതിനോട് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അതിനെ വളരെ നോർമലായിട്ട് പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എലിമെൻ്റ് ആ നോവലിനകത്ത് വരുന്നുണ്ട്. മറ്റൊന്ന് പിന്നെ നമുക്ക് പറയാവുന്നത് ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫസിസ് എന്ന് പറയുന്ന ഒരു നോവല അല്ലെങ്കിൽ ഒരു സ്റ്റോറി, ലോങ് സ്റ്റോറിയാണ്. ആ സ്റ്റോറിയിൽ ഒരാൾ രാവിലെ ഉറക്കമുണർന്ന സമയത്ത് അയാളൊരു കോക്രോച്ച് അല്ലെങ്കിൽ ഒരു ബഗ്ഗായിട്ട്, ഒരു പ്രാണിയായിട്ട് അല്ലെങ്കിൽ കൂറയായിട്ട് അയാൾ മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അങ്ങനെ അയാൾ മാറുന്ന സമയത്ത് അയാളുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ അയാളോട് പ്രതികരിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ സ്റ്റോറിയിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന തീം എന്ന് പറയുന്നത് ചുറ്റുമുള്ള ആളുകൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വരാത്തൊരു സിറ്റുവേഷനിൽ അവർ നമ്മളോട് പ്രതികരിക്കുന്നതിലുണ്ടാകുന്ന വ്യത്യാസം എന്നുള്ള തീമാണ് അദ്ദേഹം അവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരാളിങ്ങനെ ഉറക്കം ഉണരുന്ന സമയത്ത് ഒരു കോക്രോച്ച് ആയിട്ട് മാറുന്ന പോലെയുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇനി നിങ്ങൾ വായിച്ചിട്ടുള്ള വേറെ സ്റ്റോറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമ്പിൾസും ഉപയോഗിക്കാവുന്നതാണ്. മെയിനായിട്ട് നമുക്ക് ഓപ്പൺ ഇറ്റിത്തെ തന്നെ ക്ലൈമാക്സിൽ ഈ ഒരു മാജിക്കൽ റിയലിസം എംഫസൈസ് ചെയ്തുകൊണ്ട് എഴുതാവുന്നതാണ്.
പിന്നെ വരുന്നത് ഹൗ ഡു യു ഇവാലുവേറ്റ് ജെയിംസ് ഫിൻ ഗാർണേഴ്സ് സിൻഡ്രല്ല ആസ് എ പൊളിറ്റിക്കലി കറക്റ്റ് ടെക്സ്റ്റ്, റിഫ്ലക്ട് ഓൺ ഹൗ ദീസ് ചേഞ്ചസ് കോൺട്രിബ്യൂട്ട് ടു എ ബ്രോഡർ കോൺവെർസേഷൻ അബൌട്ട് ദ റോൾ ഓഫ് ഫെയറി ടെയിൽസ് ഇൻ ഷേപ്പിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ജെൻഡർ, റേസ് ആൻഡ് ക്ലാസ്. അപ്പോൾ സിൻഡ്രല്ലയിൽ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലി കറക്റ്റ് വേർഷനകത്ത് കാണുന്നത് ഈ ഒരു മെയിൽ ഓറിയൻറ്റഡ് ബ്യൂട്ടി സ്റ്റാൻഡേർഡിന് വിധേയമാകാതെ നിൽക്കുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വളരെ ടൈറ്റായിട്ട് ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ നടക്കാൻ പോലും പറ്റാത്ത ഹൈ ഹീൽസ് ഒക്കെ ഇടുക, അങ്ങനെ ഈ ഒരു മെയിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു കാര്യമാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത നേടുക, അതായത് വിവാഹം കഴിച്ചുകൊണ്ടല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിന് ഒരു അർത്ഥവും ലക്ഷ്യവും ഉണ്ടാവുന്നത്, അവർക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള തീമുകളൊക്കെയാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. നമ്മൾ ആ സ്റ്റോറിയുടെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫെയറി ടെയിൽസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. അപ്പോൾ അത്തരം കഥകളിലകത്ത് ഇതുപോലെ ജെൻഡർ, റേസ്, ക്ലാസ് തുടങ്ങിയിട്ടുള്ള, അതായത് പെൺകുട്ടികൾ എന്താണ് രാജകുമാരനെ കല്യാണം കഴിക്കുന്നതിലൂടെയാണ് പല ഫെയറി ടെയിൽസിൻ്റെയും ക്ലൈമാക്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ്, ഇത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലേക്ക് അവരുടെ മൈൻഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിനൊക്കെ കാരണമാവും. അപ്പോൾ മെയിൻലി നമുക്ക് പറയാവുന്നത് ഫെയറി ടെയിൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളായതുകൊണ്ട് അതിനകത്ത് ഇത്തരത്തിലുള്ള തീമുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെയൊക്കെ സ്വാധീനിക്കും എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാവുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് എഴുതാവുന്നതാണ്. Examine how Gothic elements are portrayed in the novel Dracula and movie adaptation, discussing the benefits and the limitations of using visual media to enhance the Gothic ambience and motives inherent in the story. ഇനി ഡ്രാക്കുള എന്നുള്ള നോവലിനകത്തുള്ള ഗോത്തിക് എലിമെൻറ്റ് എങ്ങനെയാണ് മൂവി അഡാപ്റ്റേഷനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു വിഷ്വൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡ്രാക്കുള സ്റ്റോറിക്കകത്തുള്ള ഗോത്തിക് എലിമെൻറ്റ്സ് നമുക്കറിയാം, ഒരു ഡാർക്ക് സെറ്റിങ്സ് ആണ്. ഈ ഒരു നിഴൽ, അതുപോലെ തന്നെ ഇരുട്ട്, രാത്രി, ഒരു കോട്ട, അങ്ങനെയൊക്കെയുള്ള ഡാർക്ക് എലിമെൻറ്റ്സ് തന്നെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ സൂപ്പർ നാച്ചുറൽ ഹൊററാണ്. ഈ ഡ്രാക്കുള എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉള്ള ഒരു ആളായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഒരു സൈക്കോളജിക്കൽ ടെററായിട്ട് കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് ഡ്രാക്കുള അയാളുടെ വിക്ടിംസിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള എലിമെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ നോവലിനകത്ത് കാണുന്ന ഗോത്തിക് എലിമെൻറ്റ്സ് ഇത്തരത്തിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു ഡാർക്ക് സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്നുള്ള രീതിയിലാണ്. ഇനി ഫിലിം അഡാപ്റ്റേഷനിലും നമ്മൾ അങ്ങനെ തന്നെ കാണുന്നു. ഈ വിഷ്വൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ഒരു ഷാഡോ, ഡാർക്ക്നെസ്, അതുപോലെ തന്നെ ഈ റെഡ് ബ്ലഡ്, അതുപോലെ തന്നെ ഇയാളുടെ നീണ്ട പല്ലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നീട് നമുക്ക് വരുന്നത് ഇതിനകത്ത് ഉള്ള ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും നോവലിനെ അപേക്ഷിച്ചുകൊണ്ട് വിഷ്വൽ മീഡിയയ്ക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ നമുക്ക് ഈ കളർ കോൺട്രാസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വിഷ്വലായിട്ടും അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗോത്തിക് ഹൊറർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം സൈക്കോളജിക്കൽ ഡെപ്ത് ആണ്. നോവലിനകത്ത് ഈ ക്യാരക്ടേഴ്സിൻ്റെ തോട്ട്സ്, ഫീലിങ്സ് ഒക്കെ വളരെ ഡീപ്പായിട്ട് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സിനിമയ്ക്കകത്ത് വിഷ്വലിനാണ് പ്രാധാന്യം വരുന്നത്. അത്തരത്തിലുള്ള ക്യാരക്ടറിൻ്റെ തോട്ട്സ്, ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യത്തിലേക്ക് സിനിമയിൽ വരുന്നില്ല. നമുക്കറിയാം സിനിമയിൽ ഡയലോഗ് പറയുന്നതാണ് കൂടുതലായിട്ട് വരുന്നത്. ക്യാരക്ടേഴ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ നോവൽ എഴുതുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈം കൺസ്ട്രെയിൻ്റ് ആണ്. അതായത് നോവൽ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വലുതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ മനസ്സ്, അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സിനിമ എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യുന്നതാണെന്നുള്ള കാരണം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഡെപ്തോട് കൂടിയിട്ട് അത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ നമുക്കിതിന് ബെനിഫിറ്റും ഉണ്ട്, ലിമിറ്റേഷനും ഉണ്ട് എന്നുള്ള ഇതിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്ന ഈ വിഷ്വൽ, ഓഡിറ്ററി അല്ലെങ്കിൽ ഈ സൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ഈ ഇമേജിൻ്റെയും ഈ ഒരു ബെനിഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നോവലിലുള്ള ഒരു ഗോത്തിക് ഹൊറർ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം.
അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ നരേറ്റീവ് ടെക്നിക് യൂസ്ഡ് ഇൻ ദ ഗിവൺ പാസേജ് ഫ്രം പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ബൈ ജെയിൻ ഓസ്റ്റൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് യൂസിങ് ദ ടെക്നിക് ഇൻ ദ നോവൽ. ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന നോവൽ എന്നുള്ളൊരു എക്സെപ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നരേറ്റീവ് ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ റെലവൻസ് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നരേറ്റീവ് ടെക്നിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പോയിന്റ് ഓഫ് വ്യൂ ഏതാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ് പേഴ്സൺ ആണോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ തന്നെ കഥ പറയുന്ന രീതിയിലാണ്. ഐ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് സ്റ്റോറിക്കകത്ത് കണ്ടിരുന്നു. നമ്മുടെ യെല്ലോ വാൾപേപ്പറിനകത്ത് അതുപോലെ തന്നെ ഫ്രാങ്കൻസ്റ്റൈനകത്തൊക്കെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ ആണ് കാണുന്നത്. ആ ഒരു ക്യാരക്ടർ തന്നെ കഥ പറയുന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വേറൊരാൾ കഥ പറയുന്ന രീതിയിലാണ്. തേർഡ് പേഴ്സൺ ഒംനീസിയൻ്റ് ആണ് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു സ്റ്റോറി ഇങ്ങനെ പറയുന്ന രീതിയിലാണ് നമ്മൾ ആ കഥ കാണുന്നത്. ഇവിടെ നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറ്റ് ഈസ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ തേർഡ് പേഴ്സൺ ആണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഐ എന്നോ മീ എന്നൊന്നും പറയുന്നില്ല. ആ ഒരു ക്യാരക്ടർ അല്ല പറയുന്നത്, മറിച്ച് ഒരു നരേറ്റർ കഥ പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തേർഡ് പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ തേർഡ് പേഴ്സണിൽ ഈ ഒരു പാസേജുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നരേറ്ററുടെ ഒരു ഒപ്പീനിയൻ ഇതിനകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു സൊസൈറ്റിയിൽ സ്ട്രക്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് കാണുന്നത്. അതായത് പുരുഷന്മാർ ഇങ്ങനെ, സ്ത്രീകൾ ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനെയാണ് ഇതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നരേറ്ററുടെ ഒരു അഭിപ്രായം ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ ഇവിടെ ഇപ്പോൾ ജനറൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അത്തരത്തിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതൊക്കെയാണ് തേർഡ് പേഴ്സൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ പൊതുവിൽ നമുക്ക് ഈ നരേറ്റീവ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഐ, മീ തുടങ്ങിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് പേഴ്സൺ ആണ് ഉണ്ടാവുക. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വേറൊരാൾ കഥ പറയുന്ന രീതിയിൽ, ഒരു നരേറ്റർ കഥ പറയുന്ന രീതിയിലായിട്ടാണ് നമുക്ക് കാണുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 8 പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് 6 മാർക്ക് വീതം 36 മാർക്കിൻ്റെയാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ ഒരു 6 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ തന്നെ നമുക്ക് ആ മാർക്ക് കവർ ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് 2 ടഫ് ഉള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 മാർക്കൊക്കെ വീതം നമുക്ക് ലഭിച്ചുകൊണ്ട് ഈ 36 മാർക്ക് കവർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പൊതുവിൽ നമ്മൾ കാണുന്നത് നേരത്തെ കണ്ടതുപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ട്യൂസ്ഡേ നൈറ്റ് ക്ലബിലെയും അതുപോലെ തന്നെ ഫ്രാങ്കൻസ്റ്റൈനിലെയും ശിനുവ അച്ബയുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് കൂടുതലും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് അതല്ലാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുള്ളതായിട്ട് കാണുന്നത്. ഇനി നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സെക്ഷനിൽ വരുന്നത്. നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. 10 മാർക്കാണ് നമുക്ക് എസ്സേ ക്വസ്റ്റ്യന് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ വരുന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കീ എലിമെന്റ്സ് ഓഫ് ഫിക്ഷൻ യൂസിങ് ദ കളർ പർപ്പിൾ ബൈ ആലിസ് വാക്കർ ആൻഡ് ഫ്രാങ്കൻസ്റ്റൈൻ ആസ് എക്സാമ്പിൾസ്. ഈ കളർ പർപ്പിളും അതുപോലെ തന്നെ ഫ്രാങ്കൻസ്റ്റൈനും എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് ഫിക്ഷൻ്റെ കീ എലിമെൻറ്റ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഫിക്ഷൻ്റെ കീ എലിമെൻറ്റ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യം പ്ലോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പ്ലോട്ട് എന്ന് പറയുന്നത് ആ സ്റ്റോറിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അതിലെ കഥ എന്നുള്ളതാണ് പ്ലോട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ കളർ പർപ്പിളിനകത്ത് നമ്മൾ കാണുന്നുണ്ട് സിലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ കഥയാണ് വരുന്നത്. ഇനി ഫ്രാങ്കൻസ്റ്റൈനിലെ പ്ലോട്ട് നമ്മൾ കാണുന്നത് ഒരാൾ ഒരു പരീക്ഷണത്തിലൂടെ ഒരു ക്രിയേച്ചറിനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്നുള്ള ഒരു പ്ലോട്ടാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് ക്യാരക്ടറൈസേഷൻ ആണ് അടുത്തായിട്ട് വരുന്നത്. ഈ സ്റ്റോറിക്ക് പുറമെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. കളർ പർപ്പിളിൽ നമ്മൾ കാണുന്നത് ഷെലിയാണ് സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അവർ ഒരു എമാൻസിപ്പേഷനിലേക്ക് അല്ലെങ്കിൽ അവർ ഈ ഒരു സ്വന്തമായിട്ട് ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വരുന്ന ഒരു ക്യാരക്ടറൈസേഷനാണ് അതിൽ നമ്മൾ കാണുന്നത്. ഫ്രാങ്കൻസ്റ്റൈനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ആനിമലിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു മോൺസ്റ്ററിൻ്റെ ഒരു അവസ്ഥയാണ്, ആ ക്രിയേച്ചറിൻ്റെ അവസ്ഥയാണ്. ഇങ്ങനെ ലോകത്ത് ആരുമില്ലാതെ ഏകാന്തത അനുഭവിക്കുന്ന, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആ ഒരു ക്യാരക്ടറൈസേഷനാണ് അവിടെ നമ്മൾ കാണുന്നത്. പിന്നെ അടുത്ത് നമുക്ക് വരുന്ന എലിമെൻറ്റ് സെറ്റിംഗ് ആണ്. കഥ നടക്കുന്ന കാലഘട്ടം ഏതാണ്, സ്ഥലം ഏതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കളർ പർപ്പിളിൽ നമ്മൾ കാണുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ വർണ്ണവിവേചനമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളതാണ് കാണുന്നത്. ഇനി ഫ്രാങ്കൻസ്റ്റൈനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്, കുറച്ചുകൂടി സയൻറ്റിഫിക്കലി ഡെവലപ്ഡ് ആയിട്ടൊരു കാലഘട്ടം പോലെയാണ്, സയൻസ് ഫിക്ഷൻ പോലെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് എക്സ്ട്രാ തീമുകൾ വരുന്ന കാര്യങ്ങളാണ് വരുന്നത്. കളർ പർപ്പിളിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത് റേസിസം, അതുപോലെ തന്നെ
തന്നെ ഈ ജെൻഡർ വയലൻസ് തുടങ്ങിയിട്ടുള്ള തീമുകളാണ് വരുന്നത്. ഫ്രാങ്കൻസ്റ്റൈനകത്ത് നമ്മൾ കാണുന്നത് ഈ ഹ്യൂമൻ ഹമാർഷ്യ അല്ലെങ്കിൽ മനുഷ്യരുടെ ഈ ഒരു കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ തുടങ്ങിയിട്ടുള്ള സയൻസിൻ്റെ ലിമിറ്റ് തുടങ്ങിയിട്ടുള്ള തീമുകളൊക്കെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നെ ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള കാര്യമാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു നരേറ്റീവ് സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ് വരുന്നത്. നരേറ്റീവ് സ്ട്രക്ചറിനകത്ത് നമ്മൾ കളർ പർപ്പിളിനകത്ത് കാണുന്നത് ഒരു എപ്പിസ്റ്റോളറി സ്ട്രക്ചറാണ് വരുന്നത്. ലെറ്റേഴ്സിൻ്റെ രൂപത്തിലാണ് നോവൽ എഴുതിയിട്ടുള്ളത്. ഫ്രാങ്കൻസ്റ്റൈനകത്ത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ് കാണുന്നത്. ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് പറയാനുള്ളത് പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ, സെറ്റിങ്, തീം, പോയിന്റ് ഓഫ് വ്യൂ തുടങ്ങിയിട്ടുള്ളതാണ് ഒരു ഫിക്ഷൻ്റെ പ്രധാന എലിമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. അത് ഈ രണ്ട് നോവലിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് വരുന്നത് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് എ സ്മോൾ എക്സാമ്പിൾ ഓഫ് ഹൈപ്പർ ടെക്സ്റ്റ്. ഒരു ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കലായിട്ടുള്ള എക്സാമ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഈ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഓരോ ചോയ്സസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കോളേജിലേക്ക് വന്ന സമയത്ത് നമുക്ക് പഠിക്കണം, എന്നാൽ ഫ്രണ്ട്സ് നമ്മളെ സിനിമയ്ക്ക് പോകാൻ വിളിക്കുന്നു. അപ്പോൾ നമ്മളൊരു ചോയ്സ് കൊടുക്കണം റീഡേഴ്സിന്. ഒന്ന്, എന്താണ്, നമ്മൾ പഠിക്കുന്നു. രണ്ട്, നമ്മൾ സിനിമയ്ക്ക് പോകുന്നു. എന്നിട്ട് പിന്നെ ആ സ്റ്റോറി അവിടുന്ന് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോവുകയാണ്. നമ്മൾ ഈ മണി ചെയിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു ഇത് വരയ്ക്കല്ലോ, ഒരു ഡയഗ്രാം വരയ്ക്കല്ലോ. ആദ്യം ഒരു വട്ടം വരയ്ക്കുന്നു, അതിൻ്റെ താഴെ 2 വട്ടം വരയ്ക്കുന്നു, പിന്നെ അതിന് വീണ്ടും ഇങ്ങനെ ബ്രാഞ്ചുകളായിട്ട് പോകുന്ന രീതിയിൽ. അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം വരുന്നത്. നമുക്ക് ഓരോ ചോയ്സസ് വരുന്നു. ഓരോ ചോയ്സസിന് ശേഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ എങ്ങനെ പോകുന്നുള്ളതും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കഥ എങ്ങനെ പോകുന്നുള്ള 2 ബ്രാഞ്ചായിട്ട് തിരിയുന്നു. പിന്നെ ആ ബ്രാഞ്ചുകൾ വീണ്ടും ഇതുപോലെ കൂടുതൽ ചോയ്സുകൾ വരിക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു സ്റ്റോറി തുടങ്ങുന്നു. ഒരാൾ കോളേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ എങ്ങനെയും പോകുന്നു, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു സ്റ്റോറി നമ്മൾ തുടങ്ങുന്നു. അവിടെ വെച്ച് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ അയാളെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ, കണ്ടിട്ട് അയാളോട് സംസാരിക്കുന്നു എന്നുള്ളത് വേറെ ഓപ്ഷൻ. മിണ്ടാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലാണ് കഥ പോവുക. സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അങ്ങനെ തരത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും വ്യത്യസ്ത ഫലങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റിൽ അവതരിപ്പിക്കുന്നത്. അത്തരത്തിൽ ഓരോ ചോയ്സുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഡയഗ്രാം പോലെ ഇത് അവതരിപ്പിക്കുന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോം ദ ഗിവൺ എക്സെപ്റ്റ് ഇൻ ടു ഹ്യൂമറസ് ടെയിൽ ടോൾഡ് ഇൻ ദ തേർഡ് പേഴ്സൺ. നമുക്ക് ഫസ്റ്റ് പേഴ്സണിലുള്ള ഒരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഐ ഹാഡ് ഫോർ ഡിന്നർ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് ഐ, മീ എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ആ ഒരു ക്യാരക്ടർ തന്നെ കഥ പറയുന്നതാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വേറൊരാൾ കഥ പറയുന്ന രീതിയിൽ അത് എഴുതുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഐ ഹാഡ് ഫോർ ഡിന്നർ എന്നത് മാറ്റിയിട്ട് ഹീ ഹാഡ് ഫോർ ഡിന്നർ എന്നാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തേർഡ് പേഴ്സണിലാവും. ഇനി അതല്ല, നമുക്കത് റീറൈറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ഐ, മീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹീ, ഷീ എന്നുള്ള രീതിയിലൊക്കെ മാറ്റിയിട്ട് വേറൊരാൾ കഥ പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് തേർഡ് പേഴ്സണിൽ നമുക്ക് വരുന്നത്. അപ്പോൾ പൊതുവിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ കാണുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു ആങ്സൈറ്റി, ടെൻഷനൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിൽ പല ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് എന്നുള്ളത് അല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള BA ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റിൽ നിന്നുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ വരുന്ന രീതിയിലാണ് കാണുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റിൻ്റെ ബാക്കിലും നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ കാണിച്ചിരുന്നു. എന്നാൽ ആക്ച്വൽ നമ്മൾ എക്സാം എഴുതാൻ പോയ സമയത്ത് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും എസ്സേ ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ തന്നെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു 10 വർഷത്തെ ഒരു പാറ്റേൺ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത്, നമ്മുടെ കഴിഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട സാഹചര്യമില്ല. നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ രീതിക്ക് തന്നെയാണ് കാലങ്ങളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലും അത് വളരെ കുറവ് ക്വസ്റ്റ്യൻസ് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസും
ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. അതാണ് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലിൽ പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻ വരുന്ന പോലെയാണ് ഉണ്ടായത്. പക്ഷേ നമുക്ക് പരീക്ഷ എഴുതാൻ പോയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൂടുതലും ടെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ആ ഒരു രീതി തന്നെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റീഡിംഗ് ഫിക്ഷൻ്റെ കംപ്ലീറ്റ് നോട്ട്സിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. ഈ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീഡിയോസിനകത്ത് അത് പോയിൻ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നത് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ PDF-നകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എസ്സേ പാരഗ്രാഫോ ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.